ബാലഗോപാൽ സഭയിൽ കഴിഞ്ഞ ദിവസം പിണറായിക്ക് നേരെ ആക്രോശം നടത്തിയപ്പോഴേ ഉറപ്പിച്ചതാണ് ഇത് ഒരു നടക്ക് പോകില്ല. എം.എ. ബേബിയുടെ ആശീർവാദത്തോടെ ഇപ്പോൾ പുതുച്ചേരി രൂപീകൃതമാകുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് പിണറായിയോട് എല്ലാവർക്കും ഒരു എതിരഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. പിണറായിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു നിര തന്നെ പുതുച്ചേരിയിലുണ്ട്. പി ജയരാജൻ, പി.കെ. ശ്രീമതി തുടങ്ങി കണ്ണൂരിൽ പിണറായിയുമായി ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു നിരയാണ് പുതുച്ചേരിക്കൊപ്പമുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നേതൃനിരയും അതുപോലെ എം.എ. ബേബിയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പുതുച്ചേരി എന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനെ ഒതുക്കാനുള്ള വളരെ വ്യക്തമായ പദ്ധതിയുമായി തന്നെയാണ് പുതുച്ചേരി രൂപം കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM-ൽ പിണറായിക്കും പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദനുമെതിരെ പുതു ഗ്രൂപ്പ് രൂപപ്പെട്ടു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവന്ന വാർത്തകൾ, വിവരങ്ങൾ. പാർട്ടി ജനറൽ സെക്രട്ടറി M.A. ബേബിയുടെ അനുഗ്രഹ ആശീസ്സുകൾ ഈ ഗ്രൂപ്പിനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായിയും ഗോവിന്ദന്റെയും നിലപാടുകളെയും പ്രവർത്തന രീതികളെയും അതിശക്തമായി വിമർശിച്ചും ചോദ്യം ചെയ്തുമാണ് പുതുച്ചേരി രൂപപ്പെട്ടിരിക്കുന്നത്. നിയമസഭയ്ക്കുള്ളിൽ പോലും പിണറായിയെ തിരുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ എന്നാണ് ചോദ്യം ഉയർന്നത്. പാർട്ടിക്കുള്ളിൽ കടുത്ത ആഭ്യന്തര ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പി രാജീവ്, M സ്വരാജ്, KN ബാലഗോപാൽ തുടങ്ങിയ നേതാക്കളാണ് പുതുച്ചേരിയുടെ മുൻനിരയിൽ എന്നാണ് അറിയുന്നത്. കണ്ണൂരിലെയും മറ്റും ഒരു പറ്റം മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹാശിസുകളും ഇവർക്കുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂരിലും മറ്റും ചില നേതാക്കൾ അനാവശ്യ പിടിവാശി കാണിച്ചു എന്ന അണികൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. അതിന് തെളിവാണ് ശക്തി കേന്ദ്രങ്ങളിലെ തോൽവികളും ഭൂരിപക്ഷത്തിലെ കുറവും എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ ഒരു വേള തോൽക്കുമെന്ന ഘട്ടത്തിൽ എത്തിയത് തന്നെയാണ് ഇതിനുള്ള തെളിവെന്നും അവർ പറയുന്നു. പാർട്ടിക്ക് തങ്ങൾ എതിരല്ല, പാർട്ടിയിലെ ചിലരുടെ തൊഴുത്തിൽ മാത്രം കെട്ടാനുള്ള നീക്കത്തെയാണ് തങ്ങൾ എതിർക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടുന്ന അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പോലും താൻ എല്ലാത്തിനും അതീതനാണ് എന്ന പിണറായിയുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും തോൽവിക്ക് കാരണമായി എന്ന് വ്യക്തമാക്കുന്നു. തോൽവിക്ക് തൊട്ടു പിന്നാലെ താഴെ തട്ടു മുതൽ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും അതിന് പരിഹാരം കാണുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നുവെങ്കിൽ അത് നടപ്പിലായില്ല. തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ കേൾക്കേണ്ടവരും തിരുത്തേണ്ടവരും അത് രണ്ടും ചെയ്തില്ല എന്നാണ് പാർട്ടി അംഗങ്ങൾ തന്നെ പറയുന്നത്. വ്യക്തിപരമായ വീഴ്ചകളല്ല, പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് തോൽവിക്ക് കാരണമെന്ന് പിണറായിയുടെ M.V. ഗോവിന്ദന്റെ വിശദീകരണം തന്നെ ഇതിന് തെളിവാണെന്നും ഇവർ പറയുന്നു. ഇനി ഇവരെ രണ്ടുപേരെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് നയിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. പാർട്ടിയിലെ ഒരുപറ്റം നേതാക്കളുടെ ആശീർവാദവും അണികളുടെ വ്യക്തമായ പിന്തുണയും പുതുച്ചേരിക്കുണ്ട്. അതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നതും ഉറപ്പാണ്. VS-ന് ശേഷം പാർട്ടിക്കുള്ളിൽ ശക്തനായ ഒരു വ്യക്തി ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി ചില വ്യക്തികളുടെ മാത്രം ഏകാധിപത്യ നീക്കങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീക്കുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നത് എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും പിണറായി വിജയൻ തന്നെ മുച്ചൂടും മുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന സംസാരം തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും എല്ലാവരും പറയുന്നത്. ഇത്തരത്തിൽ വളരെ തലയെടുപ്പോട് നിന്ന ഒരു നേതാവിന്റെ ഒരു പതനം തന്നെയാണ് ഈ പുതുച്ചേരി എന്ന പുതു ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.